വെൽക്കം ടു സ്പോട്ട് ഓൺ ചാനൽ. ഇന്നത്തെ വീഡിയോ സെഗ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത് തണ്ണിമത്തൻ ചിക്കനാണ്. ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് തണ്ണിമത്തൻ മുറിച്ചെടുക്കണം. മുറിച്ചിട്ട് ഇത് ഒരു അടപ്പ് പോലെ നമ്മൾ ചെത്തിയെടുക്കും. എന്നിട്ട് അതിനകത്തെ ഉള്ളതെല്ലാം ചുരണ്ടി നമ്മൾ പാത്രത്തിലെടുത്തിട്ട് ഇതിനകത്താണ് ചിക്കൻ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇതിനകത്തെ എന്താ പറയുക, ഈ റെഡ് പോർഷൻ നമുക്ക് ചെത്തിയെടുക്കണം. അപ്പം ഇത് മൊത്തം ചെത്തിയെടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ചിക്കൻ വെക്കാൻ പറ്റൂ. നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്. എന്താ പറയുക, മൂന്ന് തണ്ണിമത്തനാണ് നമ്മൾ വാങ്ങിച്ചത്. ആ 3 തണ്ണിമത്തനും നന്നായിട്ട് മുറിച്ചും അതിനകത്ത് എല്ലാം അകത്തുള്ള റെഡ് പാർട്ടെല്ലാം എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള ഈ വിഷാംശം, എന്തെങ്കിലും ചെറുതായിട്ടുള്ള വിഷാംശങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഡീറ്റോക്സിഫൈ ആവും. അപ്പം നമുക്കിനി അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ്റെ പരിപാടികളാണ്. ഇപ്പോൾ ചിക്കൻ മസാല ഇടുക, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പം നമ്മൾ ഇനിയും ചെയ്യുന്നത്, ചിക്കന് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് മസാല ചേർക്കണം. അപ്പോൾ ഈ മസാല ചേർക്കുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് എൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മിക്സിയിൽ അരിച്ചതാണ്, അത് ഇതിനകത്തോട്ട് ചേർക്കാം. അതുപോലെ ഇത് വറ്റൽമുളക് നന്നായിട്ടൊന്ന് ചുട്ടെടുത്തിട്ട് അത് മിക്സിക്കകത്തിട്ട് ഒരു 2 അടി അടിച്ച് ഒരു ഇങ്ങനൊരു പൗഡർ ഫോം എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു ഫോമിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അത് നമുക്കിടാം. അടുത്തത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇത് മഞ്ഞൾപ്പൊടി. അത് നമുക്ക് എല്ലാ ചിക്കൻ കറി ഇപ്പോൾ ഒരു ഏകദേശം ഇതൊരു 1.25 കിലോ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ഇടുക. അടുത്തത് പെപ്പറാണ്. പെപ്പറും ഈ ഒരു ഇതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള രീതിയിൽ പെപ്പർ എടുക്കുക. അപ്പോൾ ഇത് ഗരം മസാലയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് സോയാ സോസാണ്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓയിൽ. ഇത് നമ്മൾ ഈ ഓയിൽ ഒഴിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്ക് എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കത് കാണാം. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇത് മൊത്തം മസാല ഇട്ടു, അത് നമ്മൾ ആ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറുനാരങ്ങ എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അത് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പീസയിൽ മൊത്തം നന്നായിട്ടൊന്ന് പിടിക്കാൻ. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത് കാണാം. ഇപ്പം നന്നായിട്ട് ഇത് ചിക്കൻ നമ്മൾ നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം, ചട്ടിക്കകത്ത് വെച്ച് ഒരു ഹാഫ് കുക്കാക്കണം ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം തണ്ണിമത്തിന് അകത്ത് ഇത് ഇട്ടിട്ട് നമ്മൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കറിൻ്റെ എഫക്റ്റാണ്. അതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ അടച്ച് ചുറ്റും മൈദാമാവൊക്കെ ഇട്ട് അത് ക്ലോസ് ആക്കി വെച്ചിട്ട് നമ്മൾ തീ കൊടുക്കുകയാണ്. ഒരു കുക്കറിൻ്റെ തന്നെ എഫക്റ്റാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുക്കർ പോലെ നമ്മൾ അതിന് കത്തി പിടിക്കാതിരിക്കത്തില്ല. ഇത് തണ്ണിമത്തൻ കത്തി കരിഞ്ഞു പോകും. അപ്പോൾ അത് ഹാഫ് കുക്കാക്കി മാത്രമേ ഇതിനകത്ത് വെക്കാവുള്ളൂ. അപ്പം ആ ഒരു
അത്രയും നേരം കൊണ്ട് ബാക്കി കുക്ക് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നന്നായിട്ട് പിടിക്കും. നമ്മുടെ ബോഡിയിലുള്ള ജലാംശത്തെ നന്നായിട്ട് നിലനിർത്തുന്നതാണ്. നമുക്ക് ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ഭയങ്കര എനർജി കൊടുക്കുന്ന ഒരു സാധനമാണ് തണ്ണിമത്തൻ. അപ്പം അതുകൊണ്ടാണ് ഇത് ഒത്തിരി പേര് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാനതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് ബാക്കി ചട്ടിയിലോട്ടാക്കിയിട്ട് ബാക്കി ഹാഫ് കുക്ക് ചെയ്യുന്നത് കാണാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലോട്ട് മാറ്റാം. പറഞ്ഞ കണക്ക് ഒരു ഹാഫ് കുക്ക് ചെയ്യണം. ഒരു ലേശം വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചിരട്ടയൊക്കെ കത്തിക്ക് നല്ല സെറ്റപ്പായിട്ട് ഇപ്പം ചട്ടിയൊക്കെ വെച്ച് ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് ഇപ്പം മൂടി അടച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അപ്പം ഇനിയും ഒരു ഹാഫ് കുക്ക് എന്ന് പറഞ്ഞൊരു 15 മിനിറ്റ് നമ്മളൊന്ന് വെക്കുക. 15 മിനിറ്റ് വെച്ച് കഴിയുമ്പം നമുക്കിത് എടുത്തിട്ട് നമുക്ക് തണ്ണിമത്തിനകത്ത് നിറയ്ക്കണം. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. അപ്പം നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഏതായാലും ചിക്കൻ ഒന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തണ്ണിമത്തിൽ നിന്ന് എടുത്തു വെച്ച റെഡ് പോർഷൻ, അതായത് നമ്മൾ കഴിക്കുന്ന സാധാരണ ജ്യൂസ് കുടിക്കുന്ന സംഭവം വെച്ച് നമ്മൾ ഒരു ജ്യൂസ് ഉണ്ടാക്കുകയാണ്. ഒന്നുമില്ല, നല്ല ഐസ് അങ്ങോട്ട് ഇട്ടിട്ട് കച്ച 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 കച്ചാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചങ്ങോട്ട് സ്പൂൺ കൊണ്ട് തന്നെ എടുത്താൽ നല്ല സൂപ്പറാണ് ഈ ചൂടത്ത്. അപ്പം ഇത്രയും ഞങ്ങൾ തളർന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആ ഒരു ബ്രേക്കിൽ എന്ന് വെച്ചാൽ ഇവരെ അരമണിക്കൂർ വെക്കേണ്ട ഒരു ബ്രേക്കിൽ നമുക്ക് ഈ ജ്യൂസ് ഒന്ന് കുടിക്കാം. എന്തോ മധുരം എന്നറിയോ. അപ്പം നമുക്കൊരു അരമണിക്കൂർ നമ്മൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ ഇട്ട് വെക്കണം, അത് പിടിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ തണ്ണിമത്തൻ്റെ ജ്യൂസ് നമ്മൾ അടിക്കാൻ പോകണം. അപ്പം അത് നമുക്കൊന്ന് കാണാം. ഒരു പീസ് നാരങ്ങ നമ്മൾ ഇതിനകത്ത് പിരിഞ്ഞൊഴിക്കാൻ പോവാണ്. നമ്മൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഐസ് ചേർക്കാം. അപ്പം അത് ജസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഐസാണ് ചേർക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഐസ് ഇടാൻ പോവാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ നമ്മുടെ റെഫ്രിജറേറ്ററിൽ വെച്ച് ഐസാക്കി എടുത്തതാണ്. അത് നമ്മൾ പൊട്ടിച്ചിടുക. ഇപ്പം നമ്മൾ ഐസ് നന്നായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് ഇത് നന്നായിട്ട് കുത്തി കൊടുക്കുക. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. നോക്കി, നല്ല തണുപ്പും കുടിച്ച് കാണിക്കാം. നോക്കിക്കാണോ, കൊതിപ്പിക്കാൻ വേണ്ടിയല്ല, ദാഹിച്ചിരിക്കുകയായിരുന്നു. നല്ല മധുരവും നല്ല തണുപ്പും. ആഹാ, ഇനി നമ്മുടെ മറ്റേ കാര്യങ്ങളെല്ലാം റെഡിയായി വന്നിരിക്കുകയാണ്. നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് പോകാം. ആ ഹാഫ് കുക്കാക്കി ചിക്കൻ വെച്ചിരിക്കുകയാണ്. നല്ലതായിട്ട് മസാലയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ തണ്ണിമത്തൻ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമ്മളിത് ഇറക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് മാവ് വെച്ച് അടച്ച് നമുക്ക് തീയിൽ വെക്കേണ്ടതാണ്. അപ്പം അത് നമുക്ക് ഇതിനകത്തോട്ട് നിറയ്ക്കുന്നത് ഒന്ന് കാണാം. ഇപ്പം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് ഓറഞ്ചിൻ്റെ മുള്ളാണ്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ലോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മുള്ള ഇങ്ങനെ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ മേളിൽ മാവ് തേച്ച് പിടിപ്പിക്കുകയാണ്. മാവ് തേച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഈ ഓലയുടെ കാല്, നമ്മൾ ഉണങ്ങിയ ഓലക്കാല് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തണ്ണിമത്തൻ എല്ലാം ചിക്കനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കത്തിച്ചാളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് കത്തിപ്പിടിച്ചോളും. അപ്പം നമ്മൾ ഇത് അടുപ്പിലോട്ട് വെക്കാൻ പോവാണ്. നമ്മൾ നോക്കിക്കണം. നമ്മളിപ്പം ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ഏരിയയിൽ ഒരേപോലെ തീ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പെട്ടെന്ന് കത്തുന്ന സാധനങ്ങൾ ഇടുന്നത്. വിറകല്ല, ഈ ഓലയുടെ കാല്, അത് കണക്ക് വാഴയുടെ കച്ചി, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് പെട്ടെന്ന് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ആളി ഇങ്ങ് കത്തിപ്പോവും. കണക്ക് തന്നെ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, പിള്ളേരെ ആരെയും അടുത്ത് നിർത്താതിരിക്കുക. അപ്പം തീ പിടിക്കാനുള്ള ചാൻസ് ഒത്തിരി ഉള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം വെന്തിരിക്കുകയാണ്. നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുക, കാരണം അതിനാണ് നമ്മൾ ഹാഫ് കുക്ക് ചെയ്യുന്നത്. തണ്ണിമത്തൻ അടിയിൽ നിന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കരിഞ്ഞു പോകും. അപ്പം മാക്സിമം സ്പീഡിൽ തന്നെ തീയിട്ടിട്ട് അത് പെട്ടെന്ന് തന്നെ ഒരു വെന്തെടുക്കാനുള്ള ഒരു ഓമ്പടി നമ്മൾ കണ്ടെത്തണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാഴക്കാല് അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്. അപ്പം ഇതിങ്ങനെ പെട്ടെന്ന് കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നേരം ഇതിനെ വെറുതെ വിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പം ഇതിനകത്തുള്ള സകലമാന ഇതിൻ്റെ എസെൻസും ഇതിനകത്ത് ഇറങ്ങി അതിനൊക്കെയുള്ള നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇതെടുക്കാൻ പോവാണ്. ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പം നമുക്ക് ഇതിൽ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി 2 കൂട്ടുകാരുണ്ട് ഇവിടെ, അവർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങളെ കാണിക്കാൻ, എനിക്ക് ടേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് നല്ല ചൂട് ചപ്പാത്തിയായിട്ട് ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നോക്കണം. നല്ല ഫ്ലേവറിലുള്ള മണമുണ്ട്. അപ്പം നല്ല ചൂട് ചപ്പാത്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചൂട് ചപ്പാത്തി, തണ്ണിമത്തൻ ചിക്കൻ. അപ്പം നമ്മുടെ ടേസ്റ്റി ടൈമിലോട്ട് എത്തിയിരിക്കുകയാണ്. നല്ല ചൂട് ചപ്പാത്തി, കല്ല് ചുട്ടതും ആണ് തന്നെ നമ്മുടെ തണ്ണിമത്തൻ ചിക്കനും. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. എന്താ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ ഒരു പീസ് ഇങ്ങോട്ട് മുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് ചാറ് അങ്ങോട്ട് എടുക്കുക. അത് വായിലോട്ട് വെച്ചിട്ട് ഞാൻ സൂപ്പർ എന്ന് പറയുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും സൂപ്പറാണെന്ന് പറയുന്നതിനേക്കാളും തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അതിൻ്റെ ഇത് ആ തണ്ണിമത്തൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മധുരം, അങ്ങ് മധുരിക്കാന്നല്ല, ചെറിയൊരു മധുരം അതിനുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഭയങ്കര ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതിൽ ടേസ്റ്റ് ചെയ്യാത്ത ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പം
നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. എൻ്റെ വീഡിയോസും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.